ലാലേട്ടൻ തൂഫാൻ വാരിയർ ആകുന്നു എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾക്കിടയിൽ ലാലേട്ടനുള്ള ഒരു ജനപ്രീതി, ഒരു ലാലേട്ടൻ ഫാൻ ബോയ് എന്ന രീതിയിൽ പലരും ഈ പങ്കാളിത്തത്തിൻ്റെ ഭാഗമാകുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. മോഹൻലാൽ ആരാധകർ പലരും ഇപ്പോൾ തൂഫാൻ വാരിയേഴ്സായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഈ ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനകത്ത് വളരെ കാച്ചി ഫ്രേസായിട്ട് മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 2 വട്ടമാണ് സ്ക്രീനിൽ നിങ്ങളോട് നാർക്കോട്ടിക്സ് ഇസ് ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് 20-ാം നൂറ്റാണ്ടെന്ന സിനിമയിലും മറ്റൊന്ന് ലൂസിഫറിലുമാണ്. ഈ 2 സിനിമകളിലൂടെ അല്ലാതെ ഞാൻ ഇപ്പോൾ റിയൽ ലൈഫിലും നിങ്ങളോട് പറയുന്നു, അത് ഉപയോഗിക്കരുത്, സ്റ്റോപ്പ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ നടത്തുന്ന ഈ പദ്ധതിയുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ വേരിറക്കുന്ന പരിപാടിയിലേക്ക് ഇവിടെ നിൽക്കും. ഈ പദ്ധതിയുമായിട്ട് തടയാനായിട്ട് ആര് വന്നാൽ പോലും അത് തടയിടുമെന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു തൂഫാൻ പദ്ധതി ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയേറ്റതിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ ശക്തമായ നടപടികൾ കേരളമൊട്ടാകെ നടക്കുന്നുണ്ട്. പലരും ഇതിൻ്റെ പങ്കാളികളാകുന്നുണ്ട്. ഈ തൂഫാൻ വാരിയേഴ്സായിട്ട് തന്നെ പലരും എത്തുന്നുമുണ്ട് എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ആ വീഡിയോ നമുക്ക് കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, ഞാൻ 2 വട്ടം നിങ്ങളോട് തിരശ്ശീലയിൽ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ആദ്യം സാഗർ ഇലിയാസ് ജാക്കിയായി 20-ാം നൂറ്റാണ്ടിൽ, എന്താ കാര്യം, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. പിന്നീട് സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലൂസിഫറിൽ, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. എന്നാൽ ഇപ്പോൾ ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയായി നിങ്ങളോട് നേരിട്ട് പറയുകയാണ്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ലഹരി ഉപയോഗിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്ലീസ് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി. ഈ വിഷം വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരെ നിങ്ങളോടാണ്, ഡോണ്ട് ഡു ഇറ്റ്, ബെറ്റർ സ്റ്റോപ്പ് നൗ. കേരള പോലീസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, നിങ്ങൾക്കിനി മാപ്പില്ല. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ടിൽ ഞാനും തൂഫാൻ വാരിയറാണ്. നമുക്കൊന്നിച്ച് ലഹരി മാഫിയകളുടെ വേരുകൾ അറക്കാം. നല്ലൊരു നാളേക്കായി കൈകോർക്കാം. ബി എ ഹീറോ, സേ നോട്ട് ടു ഡ്രഗ്സ്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ബി എ ഹീറോ, സേ നോ ടു ഡ്രഗ്സ് എന്നാണ് മോഹൻലാലിൻ്റെ വീഡിയോയുടെ അവസാനത്തെ വാചകങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. സേ നോ ടു ഡ്രഗ്സ് ഇത് പലപ്പോഴായിട്ട് നടത്തുന്ന ഒരു കാര്യവും, യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ലഹരി വ്യാപനവും ശക്തമായ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്കും കൂടി നീങ്ങുന്നൊരു പശ്ചാത്തലം ഉണ്ടായത്. എന്തായാലും ആ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ മോഹൻലാൽ ഒരു വീഡിയോയുമായി എത്തുന്നത്. അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നതും സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആക്ടേഴ്സും. അവരൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് രംഗത്തെത്തുമ്പോഴേക്കും അതനുസരിച്ച് ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനും ഒരു കോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടാകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ്റെ ഈ വീഡിയോ തരംഗമായി മാറുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 AD 2026 എന്ന പരിപാടി എന്നൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. 2025 ആൻറ്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ ന്യൂസ് 18 നടത്തിയപ്പോൾ കേരളമൊട്ടാകെ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെ ആ പരിപാടി നടന്നതാണ്. അതിൻ്റെ പിന്നാലെയാണ് 2026 ആദ്യ പതിപ്പായിട്ട് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത്. അതും ഉദ്ഘാടനം ചെയ്തത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണ്. അപ്പോഴും ന്യൂസ് 18 വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നൊരു വാചകമാണ് തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള വാചകം. അത് ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിലേക്ക്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രമുഖമായ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും വ്യാപകമായി മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവും കച്ചവടവും സജീവമായി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റിന് ഇങ്ങനൊരു പരിപാടി ആരംഭിക്കേണ്ടതായി വന്നത്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. ഇന്നത് കേരളമാകുന്നു എന്ന ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ആശങ്ക കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് കേരള പോലീസ്
വിശ്രമമില്ലാതെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ആരാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഇതാരംഭിച്ച ജൂൺ 2-ാം തീയതിയാണ്. 2-ാം തീയതി മുതൽ ഇന്ന് വരെ 5000-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 50-ലധികം ആളുകളെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് വിടുകയുണ്ടായി. മൊത്തം 70 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരള പോലീസ് പിടിച്ചെടുത്തത്. ഇത് നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവരിപ്പോ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ പോലീസ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവർ കരുതുന്നത് ഇതൊരാരംഭ ശൂരത്വമാണ്, പിന്നീട് ഉണ്ടാവില്ല എന്ന്. ഞാൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് പറയുന്നു, ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും അവബോധം സൃഷ്ടിക്കുക, അതിലൂടെ സിനിമാ താരങ്ങൾ, ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു താരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഈ വീഡിയോയും കൂടി വൈറലാകുന്നത്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് മോഹൻലാൽ തിരശ്ശീലയിലല്ലാതെ നേരിട്ട് ജനങ്ങളോട് വന്ന് പറയുന്ന സാഹചര്യം. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.